ഇതുപോലെ ലക്ഷ്മി ചേച്ചി അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറ്റും. പിന്നെ ആദിലയുടെ പെർഫോമൻസും അവർ ഒരു അവിടെ കളിക്കുന്ന ഗെയിമൊക്കെ കാണുമ്പോൾ ഭയങ്കര അഹങ്കാരം, ലാലേട്ടൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊരു മനോഭാവത്തിലാണ് ഇപ്പം ഗെയിം കളിക്കുന്നത്. അപ്പം അതിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ പറ്റും? അവരോട് ചോദിക്കും. അത് അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണേ നമുക്കറിയില്ലല്ലോ. അതിനുള്ളിൽ ചെയ്യണതല്ലേ മോനെ. അല്ല, ഇപ്പൊ ലാലേട്ടൻ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ചെയ്യാമോ? ബാക്കി എല്ലാവരോടും ഇപ്പൊ അനീഷാണെങ്കിലും അതിനുള്ളിൽ ഒരാളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. അവർക്ക് റൂഡ് ആവണോ, അവർക്ക് ചീത്ത വിളിക്കണോ, എന്ത് ചെയ്യാം. നമ്മളിപ്പോൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടില്ലേ, എന്തൊക്കെയാണ് അവിടെ നടക്കണേ. അപ്പോൾ അതിനുള്ളിൽ ഒരാൾ ചെയ്യുന്നത് അവർക്ക് കംപ്ലീറ്റ്ലി അത് അവരുടെ എന്താ പറയുക their own ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് തവണ പലരും ചോദിച്ച ചോദ്യമാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? അല്ല, 100% സ്ക്രിപ്റ്റഡ് അല്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പോയ ഒരാളാണ്. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യണ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം അല്ലേ, ജനങ്ങളാണ് വോട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ജനങ്ങളുടെ അടുത്ത് ചോദിക്കണം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്നും അറിയില്ലേടോ. ഇവർ അതിനുള്ളിൽ ചിരിക്കുകയാണോ, അവരെന്തെങ്കിലും ചെയ്യണ്ടോ നമുക്കറിയാം. നമ്മൾ അതിനുള്ളിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. ഈ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഇപ്പം എന്ത് പറഞ്ഞാൽ ലൈവ് ഉള്ളത് കൊണ്ട് ഓക്കെയാണ്, നിങ്ങൾക്കൊക്കെ കുറച്ച് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ സീസണിൽ അതിനുള്ളിൽ നടന്ന പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. സോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം അങ്ങനെയാണ് ബിഗ് ബോസ്. നന്നായിട്ട് പെർഫോം ചെയ്യണേ എല്ലാവർക്കും. ലെറ്റ് ദ ഡിസേർവിങ് വൺ വിൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ കേരളത്തിലെ ഒരാളെയാണ് ബിഗ് ബോസിൽ റെപ്രസെൻറ്റ് ചെയ്യണേ അല്ലേ. നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മളിൽ ഒരാളായിട്ടാണ് അയാൾ വിൻ ചെയ്ത് വരുന്നത്. അപ്പം അയാളൊരു ഡിസേർവിങ് ആളാവട്ടെ. ഇപ്പം പല നമ്മൾ ഇതും കണ്ടിട്ടുണ്ട്, വിൻ ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ പല വിന്നേഴ്സിനെയും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ പറയും അയ്യോ ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരാണോ ഇങ്ങനെ ചെയ്യണതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ, ഡിസേർവിങ് ആയിട്ട് നന്നായിട്ട് ചെയ്യണ ഒരാൾ വിൻ ആവട്ടെ. വോട്ട് ചെയ്താലോ? ഞാൻ എനിക്ക് തോന്നുന്നത് ഇല്ല ട്രസ്റ്റ് ചെയ്തില്ല. ഈ കോമണറായിട്ട് അനീഷിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു കോമണർ വിന്നർ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് അതിൽ ആ പാട്ടിൽ പറയണ പോലെ തന്നെയാണ് അതിലല്ലേ. പുറത്തുള്ള ആരെയും കോണ്ടാക്ട് ഇല്ലാതെ നമ്മളൊരു അയൺ ഏജ് പോലെയാണ് നിൽക്കണം. ഒരു ശിലായുഗത്തിൽ പോയ പോലെ നമ്മൾ അവിടെ നിൽക്കുകയാണ് 100 ദിവസം. അപ്പോൾ അതിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ വിൻ ചെയ്യട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥന ഉള്ളത്. അത്രയേ ഉള്ളൂ. അത് ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ വന്നിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഋതുവിന് പറയാനുള്ളത്? ഒരാളുടെ ഐഡന്റിറ്റിയാണ് പുള്ളി. അത് അഖിൽമാരോട് ചോദിക്കണം, എനിക്കറിയില്ല. അഖിൽമാരാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് അഖിൽമാരോട് ചോദിക്കണം, എനിക്കറിയോ ഇല്ല. അല്ല, ശരിയാണ് ഒരു പ്രസ്താവന. നമ്മൾ ആരുടെയും പ്രസ്താവന നമ്മൾ ശരിയോ തെറ്റോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക അല്ലേ? അത് ഓരോരുത്തരുടെ പ്രസ്താവനയല്ലേ. ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ കാണുന്നതാണ് എൻ്റെ പ്രസ്താവന. അത് തെറ്റാണെന്ന് വേറെ ആർക്കും പറയാനും പറ്റില്ല. ഇപ്പം നിങ്ങളുടെയാണ് ശരിയെന്ന് പറയാനും പറ്റില്ല. സോ ഇറ്റ്സ് അപ് ടു എ പേഴ്സൺ. വെരി ഡിപ്ലോമാറ്റിക്. കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. എന്തായിരിക്കും ഞാൻ പറയുക, നാളെ എന്താ നിങ്ങൾ ഇടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ബിഗ് ബോസിൽ നിൽക്കണേന് PR വർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ 16 ലക്ഷത്തിന് PR ചെയ്തു എന്നൊക്കെ പറയണ്ടായിരുന്നു. ഞങ്ങളുടെ സീസണിലൊന്നും ഈ PR നമ്മൾ കണ്ടിട്ടേ ഇല്ല. കാരണം ആകെ ഒരു സീസണെ മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഫസ്റ്റ് സീസൺ. സെക്കൻഡ് സീസൺ ഒരു ഹാഫ് ആയിപ്പോൾ നിന്നു. അപ്പം നമ്മളുടെ സീസൺ